സർക്കാർ ഭൂമി നിയമവിരുദ്ധമായി മകന്റെ കമ്പനി വാങ്ങിയ സംഭവത്തിൽ ഇടപാട് റദ്ദാക്കി വിവാദത്തിൽ നിന്ന് തലയൂരാൻ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നീക്കം. സർക്കാർ ഭൂമിയാണെന്ന് മകൻ അറിയില്ലായിരുന്നുവെന്നും ഇടപാട് റദ്ദാക്കിയെന്നും അജിത് പവാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, അജിത് പവാറിനെതിരായ കേസുകൾ ഒന്നൊന്നായി ഇല്ലാതാകുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെയും ഈ കേസും ഇല്ലാതാകുന്നു എന്ന് തന്നെ നമ്മൾ വിലയിരുത്തലിലേക്ക് എത്തണമല്ലേ? അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുരുക്കാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കുരുക്കിലാണ് അദ്ദേഹം വന്ന് പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ പാർത്ഥ് പവാർ അദ്ദേഹത്തിന്റെ കമ്പനി വഴി വാങ്ങിയ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദമൊക്കെ ഉണ്ടായിട്ടുള്ളത്. പൂനെയിൽ SC/ST വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട ഭൂമിയാണ്. ഏതാണ്ട് 40 ഏക്കർ ഭൂമി, 1800 കോടിയെങ്കിലും വിപണി മൂല്യമുള്ള ഭൂമിയാണ്. അത് വാങ്ങിച്ചിരിക്കുന്നത് വെറും 300 കോടി രൂപയ്ക്കാണ്. 21 കോടി രൂപയെങ്കിലും സ്റ്റാമ്പ് ഡ്യൂട്ടിയായി നൽകേണ്ടതാണ്. പക്ഷേ 1 രൂപ പോലും സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകാതെയാണ് ഈ ഇടപാടൊക്കെ നടന്നിരിക്കുന്നത്. ഈ കമ്പനിയിൽ, ഈ ഭൂമി വാങ്ങിയ കമ്പനിയിൽ പാർത്ഥ് പവാറിനാണ് ഏതാണ്ട് 90% ഓഹരിയുള്ളത്. എന്നിട്ട് പോലും പോലീസ് കേസെടുത്തപ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്ന് പോലീസ് കേസെടുത്തപ്പോൾ അതിൽ പാർത്ഥിനെതിരെ കേസ് ഉണ്ടായില്ല. വെറും 10% താഴെ ഓഹരിയുള്ള ഈ കമ്പനിയിലെ സഹ ഉടമകൾക്ക് നേരെ മാത്രമാണ് നിയമ നടപടികൾ പോലും ഉണ്ടായത് എന്നത് വളരെ വിചിത്രമാണ്. ഏതായാലും ഇത് വലിയ വിവാദമായതോടെ മുഖ്യമന്ത്രി അടക്കം, ദേവേന്ദ്ര ഫട്നാവിസ് അടക്കമുള്ള ആളുകൾ ഈ വിവരങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യമാണ്, ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അജിത് പവാർ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇതിങ്ങനെ ഒരു സർക്കാർ ഭൂമിയാണ് എന്ന കാര്യം പാർത്ഥിന് അറിയില്ലായിരുന്നു, തനിക്കും അറിയില്ലായിരുന്നു. അറിഞ്ഞെങ്കിൽ താനിത് തടയുമായിരുന്നു. അതുകൊണ്ട് ഏതായാലും നടന്നു, ഞങ്ങൾ ഈ ഭൂമി ഇടപാട് റദ്ദാക്കുകയാണ് എന്നതാണ് അജിത് പവാർ പറയുന്നത്. അങ്ങനെ തടിയൂരാൻ ശ്രമിക്കുന്നു. ഏതായാലും അങ്ങനെ റദ്ദാക്കണമെങ്കിൽ പോലും സ്റ്റാമ്പ് ഡ്യൂട്ടിയായി, ഈ പിഴയായി ഏതാണ്ട് 42 കോടി രൂപ നൽകേണ്ടി വരും. കാരണം 7% സ്റ്റാമ്പ് ഡ്യൂട്ടി വരേണ്ടതാണ്. 300 കോടിയുടെ 7% എന്ന് പറയുമ്പോൾ ഏതാണ്ട് 21 കോടി രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകണം. അതിന്റെ മുകളിൽ 7% കൂടി, 21 കോടി കൂടി അധികമായി നൽകിയാൽ മാത്രമേ ഈ കരാറിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയും. അങ്ങനെ 42 കോടി രൂപ നൽകിയാൽ തൽക്കാലം ഈ കരാർ റദ്ദാക്കപ്പെടും. പക്ഷേ അവർ നടത്താൻ ശ്രമിച്ച തട്ടിപ്പ് കുംഭകോണം, ഭൂമി കുംഭകോണം, അത് എത്രത്തോളം വലുതാണ് എന്നത് പ്രതിപക്ഷ കക്ഷികൾ ഏറ്റുപിടിച്ചിട്ടുണ്ട്. നിയമസഭയിൽ അടുത്ത വരുന്ന സമ്മേളനത്തിൽ ഇത് വിശദമായി ചർച്ച ചെയ്യണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുജ, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.